ഇന്നൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എല്ലാവരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന പൈനാപ്പിൾ പുഡിംഗ്. ഇത് ഐസ്ക്രീമിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ താമസിപ്പിക്കുന്നില്ല, വളരെ എളുപ്പത്തിൽ പൈനാപ്പിൾ പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ലിഷ, വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. പൈനാപ്പിൾ പുഡിങ്ങിനായി ആദ്യം ബിസ്ക്കറ്റിൻ്റെ ഒരു ബേസ് തയ്യാറാക്കിയെടുക്കണം. അതിന് ഞാനിവിടെ 12 ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. സൺഫീസ്റ്റിൻ്റെ വേദ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ് ഞാനിതിനായി ഉപയോഗിക്കുന്നത്. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കാം കേട്ടോ. പൊടിച്ചെടുത്ത ബിസ്ക്കറ്റ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഫൈൻ പൗഡറായിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ച് നന്നായി തിരുമ്മിയെടുക്കണം. കട്ടകളൊന്നുമില്ലാതെ നനഞ്ഞ രൂപത്തിലുള്ള പൊടിയായി കിട്ടണം. ഇനി ഇവ പുഡിംഗ് സെറ്റാക്കി എടുക്കാനുള്ള ഒരു ട്രേയിലേക്ക് നിരത്തി കൊടുക്കാം. ഞാനിവിടെ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു ഗ്ലാസിൻ്റെ ട്രേ ആണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ബിസ്ക്കറ്റിൻ്റെ പൊടി ഇട്ട് കൊടുത്ത് നന്നായി പ്രസ് ചെയ്ത് ലെവലാക്കി എടുക്കണം. ഗ്ലാസ് ട്രേക്ക് പകരം ബേക്കിംഗ് പാനോ ഏതെങ്കിലും ഒരു ഡിഷ് എടുത്താലും മതി കേട്ടോ. ഇനി ഇത് സെറ്റായി കിട്ടുന്നതിന് വേണ്ടി ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഫ്രീസറിൽ വെക്കേണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അടുത്തത് ജലാറ്റിൻ കുതിർക്കാൻ വെക്കണം. അതിന് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ജലാറ്റിൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അളവ് കപ്പിന് 1/2 കപ്പ് ചൂടുള്ള പാലൊഴിച്ച് കൊടുക്കണം. ഇനി ഇവ നന്നായി മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ചെറിയ കട്ടകളുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇവ ചൂടുള്ള പാലിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ മെൽറ്റായിക്കൊള്ളും. 2 ടേബിൾ സ്പൂൺ ജലാറ്റിൻ ചേർത്ത് കഴിയുമ്പോൾ പുഡിംഗ് നല്ല സ്റ്റിഫായി കിട്ടും. അത്രയ്ക്ക് സ്റ്റിഫ്നെസ് വേണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ജലാറ്റിൻ ചേർത്താലും മതി കേട്ടോ. അടുത്തതായി നമുക്ക് പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് ഞാനിവിടെ അളവ് കപ്പിന് 2.5 കപ്പ് പൈനാപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസുള്ള പൈനാപ്പിൾ എടുത്താൽ 2.5 കപ്പ് കിട്ടും കേട്ടോ. ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇനി മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുത്തുകൊണ്ട് പൈനാപ്പിൾ കുക്ക് ചെയ്തെടുക്കണം. പൈനാപ്പിളിൻ്റെ മധുരവും പുളിയും നോക്കിയിട്ട് പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരുത്തണം. ഞാൻ എടുത്തിരിക്കുന്ന പൈനാപ്പിളിന് അധികം പുളിയില്ല, മധുരവും ഉണ്ട്. അതുകൊണ്ട് കുറച്ച് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുന്ന പൈനാപ്പിളിന് പുളി കൂടുതലും മധുരം കുറവുമാണെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര അധികമായി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ പൈനാപ്പിൾ എടുക്കുമ്പോൾ ഒരു മീഡിയം പഴുപ്പുള്ളത് എടുത്താൽ മതി. നമ്മളിപ്പോൾ ഈ പൈനാപ്പിൾ വേവിച്ചെടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ പൈനാപ്പിൾ ഡയറക്റ്റായിട്ട് പാലിലേക്ക് ചേർത്താൽ കയ്പ്പരസം ഉണ്ടാവുകയും അതുപോലെ തന്നെ പാല് പിരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പുഡിങ്ങും ഫ്രൂട്ട് സലാഡും ഉണ്ടാക്കുമ്പോൾ പൈനാപ്പിൾ വേവിച്ചിട്ട് ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ പഞ്ചസാര മെൽറ്റാവുകയും പൈനാപ്പിളിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയും വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ആ സമയം കൊണ്ട് പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ വെള്ളം വറ്റിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഒത്തിരി ഡ്രൈ ആക്കണ്ട. ഇനി തീ ഓഫ് ചെയ്യാം. അടുത്തതായി നമുക്ക് പാലിൻ്റെ മിക്സ് റെഡിയാക്കിയെടുക്കാം. അതിന് ഒരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കാം. ഇത് അളവ് കപ്പിന് 2 കപ്പ് പാലുണ്ട് കേട്ടോ. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് തിളപ്പിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട കേട്ടോ, പാൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. ഞാനിതിനു മുൻപ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് പുഡിങ്ങും കോഫി പുഡിങ്ങും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിൻ്റെ ലിങ്ക് മുകളിൽ ഐക്കാർഡിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. നിങ്ങളെല്ലാവരും അതും കൂടി ഒന്ന് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുകയും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുകയും ചെയ്യണേ. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ മീഡിയം ഫ്ലെയിമിന് താഴെ വെച്ചിട്ട് അളവ് കപ്പിന് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇവ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പൈനാപ്പിളിൻ്റെ ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കാം.
ഇതിൻ്റെ കൂടെ തന്നെ 6 തുള്ളി യെല്ലോ ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കണം. ഇവ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. കളർ ചേർക്കുന്നത് ഓപ്ഷണലാട്ടോ. ഞാനിവിടെ വീഡിയോ എടുക്കുമ്പോൾ ചെറിയൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് ചേർക്കുന്നത്. നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഫുഡ് കളർ ചേർക്കണമെന്നില്ല. ഇവ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ പാലിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന ജലാറ്റിൻ ചേർത്ത് കൊടുക്കാം. ചേർക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. മെൽറ്റാകാതെ കിടക്കുന്നുണ്ടെങ്കിൽ ചൂടുപാലിലേക്ക് ചേർക്കുമ്പോൾ മെൽറ്റായിക്കൊള്ളും. ഇനി ഇവ ഇളക്കി കൊടുത്തുകൊണ്ട് ഏകദേശം 1 മിനിറ്റോളം കുക്ക് ചെയ്യാം. 1 മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷവും കുറച്ച് നേരം കൂടി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പാട കെട്ടാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം. ബിസ്ക്കറ്റ് ലെയറിൻ്റെ മുകളിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ വെച്ചൊന്ന് ലെവൽ ചെയ്തെടുക്കാം കേട്ടോ. ഈ ബിസ്ക്കറ്റ് ലെയർ ഓപ്ഷണലാണ്. ഈ പുഡിങ്ങിൽ ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാം. ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അത് വേറൊരു ടേസ്റ്റാണ്. ഇവിടെ എല്ലാവർക്കും ബിസ്ക്കറ്റ് ഉള്ളതാണ് ഇഷ്ടം. ഇനി നമുക്ക് പാലിൻ്റെ മിക്സ് ഇതിലേക്ക് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. കുത്തി ഒഴിക്കരുത്, വളരെ പതുക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ അടിയിലുള്ളതെല്ലാം ഒന്നിച്ച് മിക്സായി പോകും. ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പുതിയ വീഡിയോസൊക്കെ ഇട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് നല്ല കുറേ റെസിപ്പീസ് ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങളെല്ലാവരും അതും കൂടി ഒന്ന് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുകയും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുകയും ചെയ്യണേ. മുകളിൽ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊന്ന് പൊട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ചൂടാറിയതിന് ശേഷം സെറ്റാവുന്നതിന് വേണ്ടി ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഫ്രീസറിൽ വെക്കേണ്ട. കുറഞ്ഞത് ഒരു 6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇപ്പോൾ പുഡിംഗ് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഓവർനൈറ്റ് വെച്ചിരുന്നു. ഇനി ഇവയൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പുഡിംഗ് ഐസ്ക്രീമിൻ്റെ കൂടെയും അല്ലാതെയും കഴിക്കാൻ വളരെ നല്ലതാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങാണിത്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന് എന്നെ അറിയിക്കണേ. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് പൈനാപ്പിൾ വേവിച്ചതും ഒരു ചെറിയും വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്ത ദിവസം മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.